ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ദേവീ ശരണം. തൃശൂർ ജില്ലയിൽ തൃക്കൂർ ഗ്രാമത്ത് ദേവീ ചൈതന്യത്തിനു പെരുമ നേടിയിട്ടുള്ള പുണ്യ പുരാതന ക്ഷേത്രമാണ് മതിക്കുന്ന് ഭഗവതി ക്ഷേത്രം. ആർത്തത്രാണ പരായണയായ ഭദ്രകാളിയാണ് ഇവിടെ നിത്യസാന്നിധ്യം കൊണ്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുണ്യഭൂമിയിൽ ഒത്തൊരുമയുടെ ഓജസറ്റു പോകാതെ ഇന്നും ഏകീഭാവം കാത്തു സൂക്ഷിച്ച് എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശിക്കാം എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഭക്തജനങ്ങളുടെ സമസ്ത ദുഃഖങ്ങളും ഇല്ലാതാക്കി അവർക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധി കൈവരിക്കുന്നതിന് മതിക്കുന്നിലമ്മയുടെ തിരുസന്നിധിയിൽ നടത്തിവരുന്ന അതിവിശിഷ്ടമായ പൂജയാണ് കാര്യസിദ്ധി പൂജ. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 10:30 മുതൽ 12:30 വരെ കാര്യസിദ്ധി പൂജ നടന്നുവരുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ പൂജയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരുന്നത്. കാര്യസിദ്ധിയുടെ ഫലസിദ്ധി കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി എപ്പിസോഡ് 2 വീഡിയോ ഞങ്ങൾ സദയം സമർപ്പിക്കുന്നു. തൃക്കാർത്തിക
തൂപ്പർത്ത് വിശാലം. എന്റെ വീട് ഇവിടെ അടുത്താ. ഞാൻ എന്റെ കുഞ്ഞു നാളിലെ തൊട്ട് അമ്പലത്തിൽ വന്നു തുടങ്ങി. ഈ അമ്പലം കുഞ്ഞായിരിക്കുമ്പോ തൊട്ട് ഞങ്ങളുടെ അമ്പലം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങടാ വരിക. ഞങ്ങളുടെ വീട്ടുകാര് ഞങ്ങളെ സാഹോദര്യത്തോടു കൂടി വരുന്ന അമ്പലാണ് ഞങ്ങളുടെ ഇത്. രാവും പകലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള അനുവാദമുണ്ട് ഞങ്ങളുടെ അച്ഛന്റെ. അങ്ങനെ വന്നിട്ടുള്ളതാ. അങ്ങനെ പിന്നെ അമ്പലം വലുതായി. കാര്യസിദ്ധി പൂജ നടന്നതിന് ശേഷം എല്ലാം ആയി. പിന്നെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എന്റെ ഭർത്താവ് മരിച്ചു. അന്ന് തൊട്ട് ഞാൻ ഇവിടെ നിന്നു, എന്റെ വീട്ടിൽ നിന്നു. അന്ന് തൊട്ട് എന്റെ മക്കളെ നോക്കി കമ്പനിയിൽ പോയി ജോലി എടുത്ത് 3-4 വയസ്സുള്ള കുട്ടികളെ ആ വീട്ടിലാക്കി പോകുമ്പോ ഞാൻ അമ്മേനെ വിളിച്ചിട്ടാ ഞാൻ പോവാ എന്റെ മക്കളെ കാത്തോളം. അങ്ങനെ അവരെ കാത്ത് എന്റെ മക്കള് പഠിച്ചു വലുതായി. അവർക്ക് ജോലി കിട്ടി. പെൺകുട്ടീനെ കല്യാണം കഴിച്ചു, ആൺകുട്ടീനെ കല്യാണം കഴിച്ചു. അവനോട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായി, കുറെ കാര്യങ്ങൾ നടക്കാൻ. അതെല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നടന്നു. വീടുകളെത്ര, വണ്ടികളെത്ര, പിന്നെ അവന്റെ ജോലിക്കാരെത്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടി. അമ്മയ്ക്ക് ഞങ്ങൾ അതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ പിന്നെ അവനൊരു കുട്ടി ഉണ്ടായി. അതിന് തലയിൽ വെള്ളാന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായി. 7-ാം മാസത്തിൽ തൊട്ട് അവനെ ഞങ്ങൾ ആശുപത്രിയൊക്കെ അവളൊക്കെ എടുത്തി കുട്ടീനെ പുറത്തെടുത്തു. അപ്പൊ അവന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഡോക്ടർമാര് പറഞ്ഞു. പക്ഷേ അവൻ ജനിച്ചു കഴിഞ്ഞപ്പോ കുട്ടിക്ക് ഒന്നും ഉണ്ടായില്ല. പ്രസവിച്ച് പുറത്ത് വന്നപ്പോ തലയിൽ വെള്ളമില്ല, ഒന്നുമില്ല. അങ്ങനെ ഞങ്ങള് അമ്മയ്ക്കാണ് ആ കൊല്ലം പൂരത്തിന് അമ്മയ്ക്ക് ഞങ്ങൾ 50 ചാക്ക് അരി വഴിപാടായിട്ടിട്ടു. അങ്ങനെ അന്ന് മുതൽക്ക് അവന്റെ കാര്യങ്ങൾ മുഴുവൻ അമ്മ എന്ത് ഈ നടയിൽ വന്ന അവൻ വിചാരിച്ചു പോയോ അവിടെ ചെന്നാ കാര്യം നടക്കും. അതുകൊണ്ട് അവൻ എന്ത് കിട്ടണ അത് അമ്മയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. അവൻ ഒരു ലേറ്റ് ആയാലും എന്തായാലും കൊണ്ടുവരും. അങ്ങനെയാ അവന് എന്താ അമ്പലത്തിൽ ചെയ്യാന്ന് പറഞ്ഞാ അവൻ മുടക്ക് പറയുന്നു. ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ അപ്പ അമ്മേരെ അത് ചെയ്യും. അത് ഞങ്ങൾക്ക് ഭയങ്കര അനുഭവമാണ്. Thank you.